ബിഗ് ബോസിൽ പോയി എന്നൊരു തെറ്റല്ലേ ആർ.ജെ ബിൻസിയും അതുപോലെ തന്നെ അപ്പാനി ശരത്തും ചെയ്തുള്ളൂ. അതിനെന്തിനാണ് ആ രണ്ട് പാവങ്ങളിങ്ങനെ ക്രൂശിക്കുന്നത്? എന്താ അവർക്ക് നല്ല ബുദ്ധിയുള്ളവരല്ലേ? അവരെന്താ ഇപ്പം ജനിച്ചു വന്ന കുട്ടികളാണോ? ബിഗ് ബോസ് ഹൗസിൽ 10-90 ക്യാമറ ഉണ്ടെന്നും അവർക്ക് കുടുംബക്കാരുണ്ടെന്നും ഭാര്യയുണ്ടെന്നും വീട്ടുകാരുണ്ടെന്നും ഒക്കെ രണ്ട് കൂട്ടർക്ക് അറിയില്ലേ? എന്നിട്ട് എന്താ അവരവിടെ അവിഹിതം നടത്താൻ പോയി കാണോ? എന്നിട്ട് വ്യാജ വീഡിയോ ഒളി ക്യാമറ തേങ്ങേര മൂട് ഹൗസ് വൈപ്പിൻ്റെ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വൃത്തികേടൊക്കെയാ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം തന്നെ സോഷ്യൽ മീഡിയ മനസ്സിലാക്കണം. കാരണം ഈ ആർ.ജെ ബിൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5 വരേണ്ട ഒരു മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ അപ്പാനി ശരത്തും വരേണ്ട ആളാണ്, ജിഷനും വരേണ്ട ആളാണ്, അതുപോലെ ആര്യനും വരേണ്ട ആളാണ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഗിസേലും വരേണ്ട ആളാണ്. ഇവരൊക്കെ ബിഗ് ബോസ് നല്ല നല്ല മത്സരാർത്ഥികളൊക്കെ ബിഗ് ബോസ് ആദ്യമേ പിടിച്ച് പുറത്താക്കി. അപ്പോൾ അത് വലിയൊരു തെറ്റാണ് ബിഗ് ബോസ് ചെയ്തത്. എന്നിരുന്നാലും ഇനിയിപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ന്യായീകരണം ജനങ്ങളുടെ വോട്ട് കാരണമാണെന്ന് പറയാം, അത് ശരി, സമ്മതിച്ചു. പക്ഷേ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ പീഡനങ്ങൾ അനുഭവിച്ചു, അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കുറേ പീഡനങ്ങൾ രണ്ടുപേരും അനുഭവിച്ചു, ഇപ്പോഴും വേറെ ക്യാമറ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പീഡിപ്പിക്കുക. ഈ രണ്ട് പാവങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പാട് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിലും ഇവരൊക്കെ കണ്ടുപോയിട്ട് ഹിന്ദി ബിഗ് ബോസും തമിഴ് ബിഗ് ബോസൊക്കെ കാണണം. അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന ലീലകൾ കണ്ടു കഴിഞ്ഞ് ഇവരൊക്കെ അപ്പം തന്നെ ബോധം കെട്ട് വീണ് ചത്തുപോകില്ല. അപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കുത്തിപ്പൊക്കി കണ്ടൻറ്റിന് വേണ്ടി 4 വ്യൂസിനും വേണ്ടി 2 പേരുടെ ജീവിതമാണ് അവർ വെച്ച് കളിക്കുന്നത്. വളരെ മോശം അതൊക്കെ. ഞാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാ എപ്പിസോഡും കണ്ടതാണ്. എനിക്കങ്ങനെ റോങ് ആയിട്ട് എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഇതെന്താണ്, ബിഗ് ബോസിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ആരായാലും ഒരു ഒരു കൂട്ടിന് വേണ്ടി, ഒരു പരിചയത്തിന് വേണ്ടി, എന്തെങ്കിലും കളിക്കുമ്പോൾ ഒരു കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ആഗ്രഹിച്ച് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ അപ്പാനി ശരത്തും ആർ.ജെ ബിൻസിയും ചെയ്തിട്ടുള്ളൂ. അതിന് ഇതുപോലെ കുത്തിപ്പോക്കി വീണ്ടും 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 പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആ രണ്ട് പാവങ്ങൾ എവിടെയെങ്കിലും കിടന്ന് ജീവിച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇനി ബിഗ് ബോസിലേക്ക് ആൾക്കാർ ഇതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭയം തോന്നണത്. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കല്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ മോശം അതൊക്കെ. ഇന്നിപ്പോൾ അയാളൊന്നും പറയാനില്ല. എന്ത് ചെയ്യുക, അവരെ ഗതികേട്, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, അനുഭവിക്കുക തന്നെ.